അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ശനിയാഴ്ച വിശേഷവുമായി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:26. അതിരാവിലെ നിലമ്പൂരിൻ്റെ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് മരച്ചില്ലകളാൽ പച്ച പന്തലിച്ച് നിൽക്കുന്ന നിലമ്പൂരിൻ്റെ മനോഹര കാഴ്ചയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പ്രത്യേകമായ ലക്ഷ്യത്തിലെത്തിയതല്ല കേട്ടോ. സ്കൂളില്ല, മദ്രസ ഇല്ല, കുട്ടികളെ എവിടേക്കെങ്കിലും യാത്ര പോകണമെന്ന് അറിയിച്ചപ്പോൾ ഉണ്ടാക്കിയ ഒരു പ്ലാനാണ്. തലേ ദിവസം കൂടുതൽ നീണ്ട പ്ലാനിങ്ങിലൂടെയുള്ള ഒരു യാത്രയും നമുക്ക് നടക്കാറില്ല. പള്ളി മദ്രസയൊക്കെ ആയതുകൊണ്ട് പല പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ തലേ ദിവസമൊക്കെ ഉണ്ടാകുന്ന പ്ലാനിങ്ങിലൂടെയാണ് യാത്ര നടക്കുക. ഏതായാലും ഞങ്ങൾ ഒരുപാട് ദിവസമായിരുന്നു ഇങ്ങനെയുള്ളൊരു യാത്ര പോയിട്ട്. ഉപ്പ മരിച്ചിട്ട് പിന്നെ അങ്ങനെ യാത്രയിലൊന്നും കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുണ്ടായിരുന്നില്ല. സിയാറത്തിന് പൊന്നാനിയിലും ഒക്കെ ഒന്ന് പോയിരുന്നു എന്നല്ലാതെ. ഉപ്പ മരിച്ചിട്ട് 40 കഴിഞ്ഞു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ കാഴ്ചയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ചായ കുടിക്കാനൊരു ആഗ്രഹം. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. സമയമായിട്ടൊന്നുമില്ല, 6:30 ആയിട്ടുള്ളൂ. പയിച്ചിട്ടൊന്നുമല്ല. ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് യാത്ര പോകേണ്ടത് എന്ന് കുട്ടികളാണ് തീരുമാനിക്കുന്നത്. നമുക്ക് കിടക്കാനാവുമ്പത്തിന് വീട്ടിലേക്ക് എത്തണം. അപ്പോൾ അവർ ചായ കുടിച്ച് നമുക്ക് ചോദിക്കാം എന്നുള്ളത്. നമ്മൾ 2-3 ഫോട്ടോകളൊക്കെ എടുത്തിട്ട് സിത്ത് പറഞ്ഞതുപോലെ വയനാട്ടിലേക്ക് തിരിക്കുകയാണ്. നാടുകാണി കയറിയിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിലൂടെ വയനാട്ടിലേക്ക് പോകുന്നത്. പല ആളുകളും ചോദിച്ചിരുന്നു ഓട്ടോറിക്ഷയിട്ട് ചുരം കയറാൻ പറ്റുമോ. നമ്മൾ മുമ്പും ഓട്ടോറിക്ഷ കൊണ്ട് നമ്മൾ നാടുകാണി കയറിയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, വണ്ടിയുടെ ഇഞ്ചൻ പവർ, ക്ലച്ച്, ബ്രേക്ക്, ഡ്രൈവിങ് ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷ ഡെയിലിയും പോകാം. പിന്നെ നാടുകാണി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആനകൾ എപ്പോഴും റോട്ടിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളെ യാത്രയിൽ തന്നെ അന്നത്തെ തലേരാത്രിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ തൊട്ട് സമയം മുമ്പ് തന്നെ അവിടെ ആന ഇറങ്ങിയതിൻ്റെ അടയാളങ്ങൾ, ആനപ്പിണ്ടിയും മറ്റൊക്കെ അവിടെ കണ്ടിരുന്നു. അപ്പം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് രാത്രിയിലുള്ള ആ ചുരത്തിലൂടെയുള്ള യാത്ര പലപ്പോഴും നമുക്ക് അപകടം വരുത്തും. പകൽ പിന്നെ ധാരാളം വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയൊക്കെ. അള്ളാഹുവിൻ്റെ കാവൽ. ഏതായാലും നമ്മുടെ വാഹനത്തിൻ്റെ പവർ അനുസരിച്ചൊക്കെ നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് അവരോടൊക്കെ പറയാനുള്ളത്. ഏതായാലും നമ്മുടെ വണ്ടിക്ക് ഇത്ര സ്പീഡില്ല കേട്ടോ. വീഡിയോയിൽ നമ്മൾ സ്പീഡ് ഒന്ന് കൂട്ടിയേക്കാണ്. നമ്മളൊരു 30, 40, 50 ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും യാത്ര സ്പീഡ് കൂട്ടേണ്ട ആവശ്യം നമുക്കില്ല. കാരണം ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്ത് കാണുക എന്ന ഒരു ലക്ഷ്യത്തിലല്ല ഈ യാത്ര. നമ്മുടെ യാത്രയുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള ഈ പച്ച പിടിച്ച് കിടക്കുന്ന ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള, ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര. കുട്ടികൾക്കും അത് തന്നെയാണ് താല്പര്യം. പിന്നെ നമുക്ക് വലിയ ഒരു സ്പീഡ് കൂട്ടി സമയം ലാഭിക്കേണ്ട ഒരു യാത്രയല്ല ഇത്. യാത്രയിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ പോസ്റ്ററുകളിലൊക്കെ കണ്ടിരുന്ന, ബാനറുകളിലൊക്കെ കണ്ടിരുന്ന സ്ഥാനാർത്ഥികളല്ല വണ്ടൂരിലെത്തിയപ്പോൾ ഉള്ളത്. വണ്ടൂരിൽ നിന്ന് നിലമ്പൂരെത്തിയപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥി മാറിയിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാടിൻ്റെ KSRTC ആണ് പോണത്. അങ്ങനെ നിലമ്പൂരിൽ നിന്ന് നാടുകാണി കഴിഞ്ഞ് തമിഴ്നാട്ടിലെത്തിയപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കുന്നേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഉള്ള സംശയങ്ങൾ അപ്പോൾ നമ്മളതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നിയമസഭാ മണ്ഡലങ്ങൾ മഞ്ചേരി, വണ്ടൂർ, നിലമ്പൂർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് ഈ യാത്രകൾ ഉപകാരപ്രദമാകും. ഇത് നമ്മൾ വീട്ടിലിരുന്ന് പറഞ്ഞു കൊടുത്താലോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലൂടെ വായിച്ച് പറഞ്ഞു കൊടുത്താലൊന്നും മനസ്സിലാക്കില്ല. കണ്ടാസ്വദിച്ച് മനസ്സിലാക്കുന്ന, ചോദിച്ച് മനസ്സിലാക്കുന്ന പഠനമാണ് ഏറ്റവും അവർക്ക് മനസ്സിലാകുന്ന പഠനം. അപ്പോൾ അത് യാത്രയിലൂടെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു.
മാത്രമല്ല നമ്മൾ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ അതിർത്തിയിലെത്തുമ്പോൾ ചെക്ക് പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഉള്ള അവരുടെ സംശയങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പം നമ്മൾ ഈ യാത്രയിൽ 3 ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നാട് കാണിച്ചുരം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ ഉള്ള ചെക്ക് പോസ്റ്റ്, പിന്നെ അവിടുന്ന് വയനാട്ടിലേക്ക് കടക്കുമ്പോൾ വീണ്ടും കേരള പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. പിന്നെ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയും തമിഴ്നാടിൻ്റെ പോലീസുകാരുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർ തമിഴ്നാടും കേരളവും എല്ലാ അടുപ്പവും അതുപോലെ തന്നെ രണ്ടും 2 സംസ്ഥാനങ്ങളാണെന്നും ഒക്കെ ഇന്ത്യ രാജ്യത്തിലുള്ള 2 സംസ്ഥാനങ്ങളാണെന്നൊക്കെ അവർക്ക് നമുക്ക് യാത്രയിലൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് യാത്രയുടെ ഒരു പ്രത്യേകത. ഏതായാലും നമ്മൾ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നിന്ന് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വണ്ടിയിലുണ്ടായിരുന്ന ചായയൊക്കെ ഇങ്ങനെ കുടിച്ച് നമ്മൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വയനാട് എത്തിയപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചത് നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട, കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട, അവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു ദുരന്തമാണ് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അവർക്ക് അറിയാം, കാരണം സോഷ്യൽ മീഡിയകളിലൊക്കെ പത്രത്തിലൊക്കെ അവർ കണ്ടതാണ്. ഒരുപാട് ആളുകൾ മരിച്ചുപോയ, ഇന്നും കണ്ണുനീര് നിൽക്കാത്ത ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചൂരൽമലയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയതുപോലെ ആളുകളെ കൊണ്ട് തിക്കും തിരക്കുമാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. നമ്മൾ വിചാരിച്ചത് അവിടെ ഒന്നും ആരും ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. പക്ഷെ അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ആ പ്രദേശം സന്ദർശിച്ചു പോകാൻ. മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് ഒലിച്ചു വന്ന് അതിൻ്റെ ഇടയിലുള്ള വീടുകളും പള്ളികളും മദ്രസകളും അമ്പലങ്ങളും മറ്റു സ്ഥാപനങ്ങളുമൊക്കെ ഒലിച്ച് വന്നു ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ ചൂരൽമല എന്നുള്ളത്. അഥവാ ഒരു നാട് മുഴുവനും 2-3 കിലോമീറ്ററിൻ്റെ ഇടയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും മനുഷ്യരും ഒലിച്ചു വന്ന് അടിഞ്ഞുകൂടി നിൽക്കുന്ന, മാത്രമല്ല ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പാലം, ഇവിടെ മറ്റൊരു പാലമാണ് ഉണ്ടായിരുന്നത്, ആ പാലം അടക്കം ഒലിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അതൊരു ആസ്വദിച്ച് കാണേണ്ട കാഴ്ചയല്ല, കണ്ട് ഇതിൽ നിന്ന് സന്ദേശം ഉൾക്കൊള്ളേണ്ട ഒരു കാഴ്ചയാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ആർമി ഒരു ദിവസം കൊണ്ട് നിർമ്മിച്ച ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ പാലം. അത് ഇന്നും അവിടെ നിലനിൽക്കുകയാണ്. മുണ്ടക്കൈയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം എപ്പോഴും ഇതുതന്നെയാണ്. മറ്റൊരു റോഡിൻ്റെ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇതാണത്. ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൻ്റെ ശേഷിപ്പുകളൊക്കെ അവിടെ കാണുന്നുണ്ട്. ആ അമ്പലം കുറച്ച് കല്ലുകൾ എന്നല്ലാതെ മറ്റൊന്നും ഇപ്പം അവിടെ ഇല്ല. ഒക്കെ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയിരിക്കുകയാണ്. ഏതായാലും കുട്ടികളുടെ നമ്മുടെയൊക്കെ മനസ്സിലൊന്നും ഉണ്ടാവേണ്ട ഒരു ദുരന്തമായിട്ട്, ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മൾക്ക് മനസ്സിലുണ്ടാവണം എന്നൊരു ലക്ഷ്യമാണ് ഇതിലുള്ളത്. നമ്മുടെ യാത്ര അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ് കുട്ടികളെ ചെറിയൊരു പാർക്കിൽ കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഒരു 3D രൂപത്തിലുള്ള ഒരു മക്ക കാഴ്ചയാണ് കേട്ടോ. നമ്മളെ മക്കത്ത് പോയൊരു ഫീല് കിട്ടുന്ന, ഒമ്പരക്കൊക്കെ പോയൊരു ഫീല് കിട്ടുന്ന ഒരു വസ്തുവാണത്. പല ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. ഞാനും കണ്ടു. നമ്മുടെ മക്കത്ത് നിൽക്കുന്ന, ഹറമിൽ നിൽക്കുന്ന, മത്താഫിൽ നിൽക്കുന്നത് പോലെ തോന്നുന്ന ഒരു അനുഭവമായിരുന്നു ഇതിലൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും കുട്ടികളുടെ മനസ്സിൽ നിലനിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 100 രൂപയാണ് ഇതിൻ്റെ ഫീസ്. ഇത് നമുക്ക് ഒരു 5 മിനിറ്റോളം മത്താഫിലൊക്കെ നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു കാഴ്ചയാണ്. ഇതാണ് ഞങ്ങൾ ഇതൊക്കെ കണ്ട് താമരശ്ശേരി ചുരത്തിലൂടെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.